പിന്നെന്താടാ വിശേഷങ്ങള? എന്താടാ മുഖം വല്ല സാഡായിട്ടിരിക്കാൻ പറ്റി? ഒന്നുമില്ലടാ. എന്തേലും ഉണ്ടെ പറടാ. എന്താ വിശേഷം? നിന്റെ മുഖം എന്തായാലും ഇങ്ങനെ കണ്ടിട്ടില്ല. എടാ വീട്ടില് ചെറിയ ഇഷ്യൂ ഉണ്ടാ. വീട്ടില് അമ്മയ്ക്ക് തീരെ സുഖമില്ല. എന്റെ കയ്യിൽ കാശൊന്നും ഇരിക്കണ്ടാവോ? ഇല്ലടാ, ക്യാഷ് ഇല്ലടാ എന്റെ കയ്യിൽ. എനിക്കറിയാലോ, ഞാൻ ഇപ്പൊ ക്യാഷിന് വേണ്ടി കുറെ തപ്പുന്നുണ്ടടാ. ആടാ കുഴപ്പമില്ലടാ, സാറില്ലടാ, കുഴപ്പമില്ലടാ, സാറില്ല പോടാ. എന്നാലും കഷ്ടമായി പോയല്ലോടാ അവന്റെ അമ്മയ്ക്ക്. നമ്മള് കൂടെ ഇങ്ങനെ നടന്നിട്ട്. ഒരു മിനിറ്റ്. ഹലോ, ഓക്കെ, ഫോൺ എത്തിയിട്ടുണ്ടാ? ശരി ശരി, ഓക്കെ. ഞാൻ ഓക്കെ ക്യാഷ് ഇപ്പം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഓക്കെ ഓക്കെ, ശരി ശരി. എടാ നിന്റെ കാശുണ്ടായിരുന്നു, പിന്നെ എന്താടാ നീ അവന്റെ കൊടുക്കാത്ത? എടാ ഇവനെല്ലാം കാശ് കൊടുത്താ പിന്നെ തിരിച്ചു കിട്ടൂലടാ. അവനൊക്കെ മുമ്പ് കൊടുത്ത പൈസ തന്നെ കിട്ടിക്കില്ലടാ, അവൻ തന്നിക്കില്ല. എടാ അവന്റെ കാണില്ലടാ, നമുക്കറിയാന്നല്ലേ അവന്റെ പണിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇല്ലാഞ്ഞിട്ടായിരിക്കൂടാ. വാങ്ങിയ പൈസന്റെ കയ്യിൽ ഉണ്ടായിരുന്നടാ, അത് തരാൻ വേണ്ടി കൂടിയാ. ശരിടാ ശരിടാ. അവനത് കേട്ടടാ. നമ്മള് പൈസ കണ്ടിട്ടല്ലല്ലോ നമ്മള് ഫ്രണ്ട്സ് ആയത്. അതല്ലടാ, ഞാൻ അവൻ ഇവിടെ ഉണ്ടാവും വിചാരിച്ചില്ലടാ. നിന്റെ അവന്റെ നാട്ടിലെ നമ്പർ ഉണ്ടായിരിക്കുന്നത്. എന്റെ അനീതിയുടെ കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ച കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ഞാൻ കൊടുക്കാം. അപ്പൊ നമ്മളെ കൂട്ടുകാരന്റെ ആവശ്യമില്ലടാ തെളിവ്. ഹലോ അച്ഛാ. ഹലോ മോനെ, എന്തായി? പൈസന്റെ വല്ലതും ആയോ? ഡോക്ടർമാര് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇല്ല അച്ഛാ, ശരിയായിട്ടില്ല. വൈകിട്ടൊക്കെ ശരിയാവും. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. സങ്കടപ്പെടണ്ട, അമ്മയുടെ ഓപ്പറേഷനൊക്കെ നടക്കും. എല്ലാം ശരിയാവും. സമാധാനത്തോടെയിരിക്കും. ഹലോ മോനെ, ഹോസ്പിറ്റലിലെ ബില്ല് അടച്ചോട്ടോ. ടിപ്സിന്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മച്ചിയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് വാർഡിലേക്ക് മാറ്റും. വേറൊന്നുമില്ലല്ലോ.